അന്തരിച്ച കവിയൂർ പൊന്നമ്മയുടെ സംസ്കാരം ഇന്ന് നടക്കുമെന്ന് രാവിലെ 9 മണി മുതൽ 12 മണി വരെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. അത് കഴിഞ്ഞ് വൈകുന്നേരം ആ, ആ, ആലുവയിലുള്ള സ്വന്തം വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം നടക്കുക. മമ്മൂട്ടി, മോഹൻലാലും അടക്കമുള്ള സിനിമാ താരങ്ങൾ ഇവിടെ എത്തി ആദരാഞ്ജലി അർപ്പിക്കും. ഇന്നലെ കൊച്ചി ലിസി ആശുപത്രിയിൽ ആ, ചേച്ചി ഒരു നോക്ക് കാണാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരുന്നു. കരിമാല്ലൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക. കുറച്ചധികം കാലമായി ചേച്ചി ഈ രോഗം തളർത്താൻ തുടങ്ങിയിട്ട്. ഇന്നലെ വൈകുന്നേരമാണ് അന്ത്യം സംഭവിച്ചത്. കൊച്ചി ലിസി ആശുപത്രിയിൽ നിന്ന് ശ്രീകാന്തും വിഷ്ണു സുരേഷും നമുക്കൊപ്പം ചേരുകയാണ്. അവിടെയാണ് ഇപ്പോഴും മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ശ്രീകാന്ത് ആദ്യം ചേരുന്നു. ശ്രീകാന്ത്, ഒരു സങ്കടകരമായ പ്രഭാതം തന്നെയാണിത്. ഒരു വലിയ അമ്മയുടെ വിടവാങ്ങൽ, അതിനിന്ന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. പറയൂ ശ്രീകാന്ത്. എസ്കെൻ, സിനിമാ ലോകത്തിന് മാത്രമല്ല മലയാളികൾക്കൊന്നാകെ അമ്മ തന്നെയായിരുന്നു കവിയൂർ പൊന്നമ്മ എന്നുള്ളതാണ് സത്യം. ആ അമ്മ ഇന്ന് വിടവാങ്ങുകയാണ്. ഇന്ന് 9 മണി മുതൽ 12 മണി വരെ ഇവിടെ കരിമാലൂരിൽ ഈ കളമശ്ശേരിയിൽ ടൗൺ ഹാളിൽ പൊതുദർശനം നിശ്ചയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഇവിടെ ഈ ആശുപത്രിക്ക് മുന്നിൽ ഈ പ്രധാനപ്പെട്ട സിനിമാ മേഖലയിലെയും അതോടൊപ്പം തന്നെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെയും ഒക്കെ ആളുകൾ എത്തിച്ചേരും. അവർ ചേർന്നായിരിക്കും ഭൗതിക ശരീരം, കവിയൂർ പൊന്നമ്മയുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങാൻ പോകുന്നത്. 8:30 ആശുപത്രിയിൽ നിന്നും ഭൗതിക ശരീരവുമായി കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ടൗൺ ഹാളിലായിരിക്കും പിന്നീട് 3 മണിക്കൂറിലേറെ സമയം പൊതുദർശനം സജ്ജീകരിച്ചിരിക്കുന്നത്. 12 മണി വരെ പൊതുദർശനം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നടൻ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള പ്രമുഖരായ സിനിമാ മേഖലയിലെ ആളുകളും ഒപ്പം സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മണ്ഡലത്തിലെ നിരവധി പ്രതിഭകളും പ്രമുഖരായ വ്യക്തികളും അവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 12 മണിക്ക് ശേഷം ആലുവ കരിമാലൂരിലെ വീട്ടിലേക്ക് കവിയൂർ പൊന്നമ്മയുടെ, കേരളത്തിന്റെ അമ്മയുടെ ഭൗതിക ശരീരം കൊണ്ടുപോകും. 4 മണിക്കായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. നിലവിൽ അവിടെയാണ്, ഈ കരിമാലൂരിലാണ് കവിയൂർ പൊന്നമ്മ താമസിക്കുന്നത്. അവിടെയാണ് ശവസംസ്കാര ചടങ്ങുകൾ, ഈ ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിനുള്ള ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളതും. മകൾ നേരത്തെ ഇവിടെ എത്തി, കേരളത്തിലെത്തി അമ്മയെ കണ്ട് മടങ്ങിയിരുന്നു. അതിനാൽ അവർ വരുന്നില്ല. അതേ തുടർന്ന് അവിടെ വീട്ടിൽ മറ്റ് ബന്ധുക്കൾ ചേർന്നായിരിക്കും ഈ ചടങ്ങുകളൊക്കെ തന്നെ നടത്താൻ പോകുന്നത്. ഇന്നലെ വൈകിട്ട് 5:33 കവിയൂർ പൊന്നമ്മയുടെ മരണം സ്ഥിരീകരിക്കുകയുണ്ടായത്. കവിയൂർ പൊന്നമ്മയെ കുറിച്ച് എസ് കെ ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തു നിന്നും തുടങ്ങിയാൽ ഒരു ഗായികയായി അറിയപ്പെടാനും ഗായികയായി മാറാനും ഒക്കെ ആഗ്രഹിച്ച് സിനിമാ മേഖലയിലേക്ക് വന്നയാളായിരുന്നു കവിയൂർ പൊന്നമ്മ. ആദ്യം നാടകത്തിലൂടെയൊക്കെ തുടങ്ങി പിന്നീട് സിനിമാ മേഖലയിലേക്ക് വന്നു. കൂടുതലും കിട്ടിയത് അമ്മവേഷങ്ങളായിരുന്നു എന്നുള്ളതാണ് വസ്തുത. നന്നേ ചെറുപ്രായത്തിൽ തന്നെ അമ്മവേഷങ്ങളിൽ അഭിനയിച്ച് പ്രതിഭ തെളിയിക്കാൻ സാധിച്ച വ്യക്തി കൂടിയായിരുന്നു കവിയൂർ പൊന്നമ്മ. അതായത് പൊന്നമ്മ ചേച്ചി എന്ന് സിനിമാ മേഖലയിലെ എല്ലാവരും തന്നെ സ്നേഹാദരവോടെ വിളിക്കുന്ന കവിയൂർ പൊന്നമ്മ അമ്മവേഷങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. മോഹൻലാലിനൊപ്പമായിരുന്നു കുറെ അധികം സിനിമകളിൽ, മലയാളിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒട്ടനേകം സിനിമകൾ അത് മോഹൻലാലിനൊപ്പമായിരുന്നു കൂടുതലും അഭിനയിച്ച് ഫലിപ്പിക്കാൻ സാധിക്കുകയുണ്ടായത്. തനിയാവർത്തനം പോലെയുള്ള സിനിമകളൊക്കെ തന്നെ മലയാളിയുടെ മനസ്സിൽ നിന്നും ഇനിയും മായാത്ത സിനിമകളായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കവിയൂർ പൊന്നമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ജീവിതം ഒന്നാകെ തന്നെ എടുത്തു നോക്കിയാൽ ചില സമയങ്ങളിലൊക്കെ തന്നെ, ചില ഇന്റർവ്യൂകളിലൊക്കെ തന്നെ അവരോട് ചോദിച്ചിട്ടുണ്ട്, ഈ അമ്മവേഷങ്ങൾ മാത്രം കിട്ടുന്നത് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ, ഈ മറ്റ് റോളുകളിലേക്കൊന്നും വരാൻ സാധിക്കാത്ത വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വളരെ തികഞ്ഞ ആത്മാർത്ഥതയോടെ അവർ പറഞ്ഞ മറുപടി അതിൽ താൻ തൃപ്തയാണ് എന്നുള്ളതായിരുന്നു. സഹനടിക്കുള്ള അവാർഡുകളൊക്കെ തന്നെ നേരത്തെ 71-ലും 72-ലും 94-ലും ഒക്കെ വാങ്ങിക്കൂട്ടുമ്പോഴും അവർക്ക് ആ ഔന്നത്യം, അത്രയും വലിയ ഉന്നതിയിൽ നിൽക്കുമ്പോഴും ആ വിനയം കാത്തു സൂക്ഷിക്കുന്നതിന് എല്ലായ്പ്പോഴും കവിയൂർ പൊന്നമ്മ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിപ്പോൾ ഈ കാണുന്ന മോർച്ചറിക്ക് മുന്നിലേക്ക് അല്പസമയത്തിനകം സാമൂഹിക സാംസ്കാരിക മേഖലയിലെ ആളുകൾ എത്തിച്ചേരും. സിനിമാ മേഖലയിൽ നിന്നുള്ളവർ എത്തിച്ചേരും. ഈ ഗായികയായി കലാജീവിതം ആരംഭിച്ച് നാടകത്തിലൂടെ അഭിനേത്രിയായി സിനിമയിലെത്തിയ പൊന്നമ്മ സത്യൻ, മധു, പ്രേം നസീർ, സോമൻ, സുകുമാരൻ, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവരുടെ എല്ലാം അമ്മവേഷങ്ങൾ അഭിനയിച്ച് ഫലിപ്പിച്ച പ്രതിഭ ഇന്ന് ഈ മോർച്ചറിയിലാണ്, ഈ ലിസി ആശുപത്രിയിലെ. ശ്രീകാന്താണ് കൊച്ചി ലിസി ആശുപത്രിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പൊന്നമ്മ ചേച്ചിയുടെ ഭൗതിക ശരീരം ഇപ്പോൾ ലിസി ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെയാണ് 5:33 ഇന്നലെ വൈകുന്നേരം ചേച്ചിയുടെ അന്ത്യം സംഭവിച്ചത്. ഒരുപാട് ആളുകൾ ഇന്നലെ തന്നെ ഈ ആശുപത്രിയിൽ എത്തി ചേച്ചിയെ അവസാനമായി കണ്ടിരുന്നു. ഇന്ന് മോഹൻലാൽ എത്തുന്നുണ്ട്. മമ്മൂട്ടിയും ഇന്ന് മുനിസിപ്പൽ ടൗൺ ഹാളിൽ
അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി അന്ത്യോപചാര ചടങ്ങുകൾക്ക് വേണ്ടി അവിടെ എത്തും. വൈകുന്നേരം കരിമാലൂരിലുള്ള സ്വവസതിയിൽ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം നടക്കുക. കാലത്തിൻ്റെ മാറ്റത്തിൽ മക്കൾക്ക് അച്ഛനമ്മമാരെ വേണ്ടതായിരിക്കുന്നു. അമ്മ ഒരിക്കൽ പറഞ്ഞതാണ് പൊന്നമ്മ ചേച്ചി. എല്ലാവരും അവരവരിലേക്ക് ചുരുങ്ങുകയാണ്. സിനിമയും അത് ബാധിച്ചിരിക്കുന്നു. മുത്തശ്ശിമാരില്ലാത്ത ന്യൂ ജനറേഷൻ സിനിമകളുടെ കാലത്ത് കവിയൂർ പൊന്നമ്മ ഒരിക്കൽ അങ്ങനെ പരിഭവപ്പെട്ടു. മധുസാറും ഇതിനെക്കുറിച്ച് അങ്ങനെ ഒരിക്കൽ പറഞ്ഞു. തന്തയ്ക്ക് പിറക്കാത്ത മക്കളാണ്, അല്ലെങ്കിൽ അനാഥരാണ് നായകന്മാർ, അതുകൊണ്ട് തന്നെ എന്നെപ്പോലുള്ള താരങ്ങൾക്കിനി ആവശ്യമില്ല എന്നതേ ഒരിക്കൽ പരിഭവിച്ചു. ഒരുപക്ഷെ മുത്തശ്ശിമാരെയും അമ്മമാരെയും അവഗണിക്കുന്ന ഒരു തലമുറയുടെ ഏറ്റവും വലിയ പരിഭവമായി പൊന്നമ്മ ചേച്ചിയുടെ വാക്കുകളെ നമുക്ക് കാണാൻ കഴിയും. പതിറ്റാണ്ടുകളാണ് പല വേഷങ്ങളിൽ ഈ പൊന്നമ്മ ചേച്ചി പകർന്നാടിയത്. അമ്മയുടെ ഏറ്റവും മികച്ച വേഷം ഏതായിരിക്കും? നമുക്ക് വേർതിരിച്ചെടുക്കുക അസാധ്യമാണ്. പൊന്നമ്മ ചേച്ചി അഭിനയിച്ച പല സിനിമകളിലും ബോക്സ് ഓഫീസിൽ തകർന്നു വീണിട്ടുണ്ട്. അപ്പോഴും അവരുടെ അമ്മ റോളുകൾ ഉയർന്നു തന്നെ നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര പ്രായമുള്ള ആളിൻ്റെ അമ്മയായി അഭിനയിക്കുമ്പോഴും ചേച്ചിക്ക് അതിനേക്കാൾ ഉയരത്തിൽ നിൽക്കാൻ കഴിയുന്നു. അഭിനയത്തിൻ്റെ ഹിമാലയം കീഴടക്കിയ ഒരു അമ്മ പ്രതിഭയായി ചേച്ചി മാറുകയാണ്.